എല്ലാവർക്കും കോഴിക്കോട്ട് ശനിയുടെ ആശംസകൾ. നമുക്ക് കോഴിക്കോട്ട് ശനി ആയതുകൊണ്ട് കുറച്ച് കോഴിക്കോട്ടുണ്ടാകും. ഓക്കെ. സോ ഇന്ന് കോഴിക്കോട്ടെ ശനിയാണ്. അപ്പം നമ്മൾ എല്ലായിടത്തും ലൈക്ക് എല്ലാ ഒരു ക്രിസ്ത്യൻ കുടുംബങ്ങളിലും കോഴിക്കോട്ടെ ശനിക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. ഇപ്പം പൊതുവെ കുറേ നമ്മൾ ബിസി ലൈഫായതുകൊണ്ടൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കലൊന്നുമില്ല, വാങ്ങിക്കുകയാണ് കൂടുതലും. സോ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു മമ്മി അത് കോഴിക്കോട്ടെ മമ്മി എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലേ മമ്മി? ഓക്കെ. ആണോ? ഓ അത് ശരി. ഓക്കെ. അന്ന് മുതൽ മമ്മി ഉണ്ടാക്കാറുണ്ട്. ഓക്കെ. ഇതെന്താ മമ്മി ആദ്യം ചെയ്തേക്കുന്നത്? ഓക്കെ. ഓക്കെ. ഇത് എന്ത് പൊടിയാ മമ്മി? അത് ആ ശർക്കര ഞാൻ അരിച്ച് ശർക്കരപ്പാനിയിൽ തേങ്ങയിട്ട് അരിച്ച് വെച്ചിരുന്നതാണ്. ഓക്കെ. നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഓക്കെ തിളച്ച് കൊടുക്കും. കുഴപ്പട്ടോ. ഓക്കെ. എന്താ മമ്മി ചെയ്യണേ? കുഴക്കുകയാണ്. ഓൾസോ നമ്മൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഓക്കെ. ആ നമ്മൾ പക്ഷെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടു. ഓക്കെ. നമ്മൾ കുഴച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെറുത് ബോൾസ് ആയിട്ട് എടുക്കണം. എന്നിട്ടിത് ഈ ശർക്കര വെച്ച് ഫില്ല് ചെയ്യാം. ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും കോഴിക്കോട്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ പുറത്തായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് കോഴിക്കോട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിക്കോസ് എവിടെയും കിട്ടാനില്ല. കിട്ടുമായിരുന്നു പക്ഷെ പെട്ടെന്നൊക്കെ തീർന്നൊക്കെ പോകും. നേരത്തെ ഒക്കെ പറഞ്ഞൊക്കെ വെക്കണം. നമുക്കിപ്പോൾ ഇവിടെ ഉള്ള പോലെ ഈസിലി അവൈലബിൾ അല്ല. ട്രൈ ചെയ്യും. ഇപ്പൊ എത്ര മാവാ മമ്മി എടുത്തേക്കണേ? 1 കപ്പ് അല്ലേ? അപ്പൊ 1 കപ്പിന് എത്ര ബോൾസ് ഒക്കെ കിട്ടും? ആ ഓക്കെ. സെറ്റ്. അയ്യോടാ, അവളുടെ കയ്യിലല്ലേ വലുത് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ചെറിയത് കൊടുക്കാം അല്ലേ? അപ്പൊ ഒരു ചെറുത്, 2 ചെറുതുണ്ട്. ഇഷ്ടമല്ലേ ഇത്? അത് കഴിക്കും. പക്ഷെ കഴിച്ചോണ്ടിരിക്കുമ്പോ അത് മാറ്റി വെച്ച് പിന്നെ അടുത്ത എടുക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്യൂട്ടായിട്ടുണ്ട്. ചെറുത് പക്ഷെ അത്യാവശ്യം വലുപ്പം ഉണ്ട് മമ്മി. ആ വേണ്ട, അത് മതി. വേണ്ട വേണ്ട, അത് മതി. അപ്പൊ മമ്മി പറഞ്ഞോടെ തന്നെ കറക്റ്റ് 10 എണ്ണം കിട്ടിയില്ലേ? കറക്റ്റായിട്ട്. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീമറിലേക്ക് എല്ലാം വെക്കുകയാണ് സ്റ്റീം ചെയ്യാനായിട്ട്. എത്ര നേരം വെക്കേണ്ടി വരും മമ്മി? 15 to 20 minutes വെക്കണം. സോ ദാറ്റ് അപ്പോഴാണ് ശരിക്ക് വേവുള്ളൂ അല്ലേ? ഓക്കെ, വെച്ചോ. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാം. ആ
കോഴിക്കോട്ടെയാടാ, കോഴിക്കോട്ടെയാ കേട്ടോ. ചെന്നിന് വേണോ? ചെന്നത് ഓപ്പൺ ചെയ്തു മമ്മി ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാ. എടുക്കാട്ടോ. സോഫ്റ്റായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട റെഡിയായി. ഇതാണ് ഫൈനൽ. ഇനി നമ്മളത് കഴിക്കുന്നതും കൂടെ കാണിച്ചു തരാം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ കോഴിക്കോട്ട ശനി കഴിഞ്ഞു. ഇത്തവണത്തെ കോഴിക്കോട്ട ശനി ഇങ്ങനെയായിരുന്നു അല്ലേ? കുട്ടേട്ടൻ ആരാടാ? തരാം തരും. വെയിറ്റ് പേഷ്യൻസ്. വരണ്ടായി. ഇനി വെക്കാൻ കൊള്ളൂല. വീഡിയോയിൽ ഓഫ് ചെയ്തു. സോ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കോഴിക്കോട്ട ശനി. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ കൊട്ടകളൊക്കെ എടുത്ത് സെർവ് ചെയ്തു. ഫസ്റ്റ് 2 ചെറിയ കോഴിക്കോട്ട തേനൂൻ്റെ കുഞ്ഞി കൈകളിൽ കൊടുത്തു. അവളത് കഴിക്കണ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. സോ എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് കോഴിക്കോട്ട ശനി ആശംസിക്കുന്നു. ഓൾസോ ഒരു ചെറിയ അപ്പോളജി. വീഡിയോൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കുറച്ച് തേനൂൻ്റെ കാർട്ടൂണിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. ഇനി മുതൽ ശ്രദ്ധിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.